ചർച്ചയാകുന്ന മന്ത്രിമാരുടെ സ്ഥാനം തെറിപ്പിക്കുന്ന ഭരണഘടനാ ഭേദഗതി ബില്ലുമായി കേന്ദ്രം. 5 വർഷമോ കൂടുതലോ ശിക്ഷ കിട്ടാവുന്ന കേസുകളിൽ അറസ്റ്റിലായി 30 ദിവസം കസ്റ്റഡിയിൽ കിടന്നാൽ സ്ഥാനം നഷ്ടപ്പെടും. പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിമാർക്കും ബാധകം. ബില്ലിന്ന് സഭയിൽ പ്രതിപക്ഷം എതിർത്തേക്കും. ഗസ വെടിനിർത്തലിൽ ഇസ്രായേൽ മറുപടി വൈകുന്നു. ചർച്ച തുടരുന്നതായി അമേരിക്കയും മധ്യസ്ഥ രാജ്യങ്ങളും. ഹമാസിനെ തകർക്കാതെ ബന്ദിമോചനം സാധ്യമല്ലെന്ന് ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം. വെടിനിർത്തലിനായി ഇസ്രായേലിൽ പ്രക്ഷോഭം. ഗസയിൽ 51 പേർ കൂടി കൊല്ലപ്പെട്ടു. ഇന്ത്യ ചൈന ബന്ധത്തിൽ നിർണായക ചുവടുവയ്പ്. അതിർത്തി നിർണയത്തിനായി പ്രത്യേക സമിതിക്ക് രൂപം നൽകും. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നേരിട്ട വിമാന സർവീസ്. അതിർത്തി വഴി വ്യാപാരത്തിനും സേനാ പിന്മാറ്റത്തിനും നടപടി. ധാരണയിലെത്തിയത് ഇന്ത്യയിലെത്തിയ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി എസ് ജയശങ്കറുമായി നടത്തിയ ചർച്ചയിൽ. വോട്ട് കൊള്ളയ്ക്കെതിരായ രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാർ യാത്ര വൻ വിജയമെന്ന് AICC. ബീഹാറിൽ നിന്ന് ലഭിക്കുന്നത് മികച്ച ജനപിന്തുണ. വോട്ടുകൊള്ളയും ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണവും പാർലമെന്റിനെ ഇന്നും പ്രക്ഷുബ്ധമാക്കും. ചർച്ച ആവശ്യപ്പെട്ട് പ്രതിഷേധം തുടരാൻ പ്രതിപക്ഷം. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇന്ത്യ സഖ്യ MPമാരുടെ യോഗം ഇന്ന്. പലിശക്കാരന്റെ ഭീഷണിയെ തുടർന്ന് എറണാകുളം പറവൂരിൽ വീട്ടമ്മ പുഴയിൽ ചാടി ജീവനൊടുക്കി. മരിച്ചത് കോട്ടുവള്ളി സ്വദേശി ആശ. ആത്മഹത്യയ്ക്ക് പിന്നിൽ വീട് കയറിയുള്ള ഭീഷണിയെന്ന കുറിപ്പ്. ആരോപണം മുൻ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ. പാലിയേക്കരയിൽ ടോൾ മരവിപ്പിച്ച ഉത്തരവിനെതിരായ അപ്പീൽ തള്ളിയ സുപ്രീം കോടതി വിധി സ്വാഗതം ചെയ്ത പരാതിക്കാരൻ ഷാജി കോടങ്കണ്ടത്ത്. ജനങ്ങളുടെ ദുരിതം കോടതിക്ക് ബോധ്യപ്പെട്ടെന്ന ഷാജി. ദേശീയപാത അതോറിറ്റി സുപ്രീം കോടതിയെ സമീപിച്ചത് 4 ആഴ്ചത്തേക്ക് ടോൾ പിരിക്കാൻ പാടില്ലെന്ന ഹൈക്കോടതി ഉത്തരവിനെതിരെ. ചാരിറ്റി വീഡിയോകളിലെ ബാങ്ക് അക്കൌണ്ടും QR കോഡും മാറ്റി നിർധന രോഗികളുടെ ചികിത്സാ സഹായത്തിലും തട്ടിപ്പ്. കൊള്ള സംഘങ്ങളുടെ ബാങ്ക് അക്കൌണ്ടുകൾ മുംബൈ കേന്ദ്രീകരിച്ച്. പരാതി നിരവധിയുണ്ടായിട്ടും നടപടിയെടുക്കാതെ പോലീസ്. പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ യുവാവിനെ വീട്ടിൽ കയറി കൊലപ്പെടുത്തിയ കേസിൽ പ്രതി ആറുചാമി പിടിയിൽ. കരംപൊറ്റ സ്വദേശി സന്തോഷ് കൊല്ലപ്പെട്ടത് ഇന്നലെ രാത്രി. കൊലപാതക കാരണം മുൻവൈരാഗ്യം. ലാലിഗയിൽ റയൽ മാഡ്രിഡിന് ജയം. ഒസാസുനയെ പരാജയപ്പെടുത്തിയത് എതിരില്ലാത്ത 1 ഗോളിന്. 51-ാം മിനിറ്റിൽ വിജയം ഉറപ്പിച്ചത് എംബാപ്പയുടെ ഗോളിലൂടെ.